ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രോബ്ലംസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാഷ് ഫ്ലോ ആണെങ്കിലും ശരി, ഫണ്ട് ഫ്ലോ ആണെങ്കിലും ശരി, രണ്ടും നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ബേസിക് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ അസറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ലയബിലിറ്റീസിൻ്റെ കുറച്ച് അക്കൗണ്ട്സ്, ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ആണെങ്കിലും ശരി, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിലും ശരി, രണ്ടും ലയബിലിറ്റീസ് ആണ്. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഒരു അസറ്റ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. ലയബിലിറ്റീസും ക്യാപിറ്റൽ അക്കൗണ്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. അപ്പം അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നൊരു ഐറ്റം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു പ്രത്യേകം അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊവിഷൻ ആയിരിക്കും നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും ക്ലോസിങ് ബാലൻസിലായിരിക്കും. പിന്നെ നമ്മൾ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ഫണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണെങ്കിലും ക്യാഷ് ഫ്ലോ ചെയ്യുമ്പോഴാണെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഡിവിഡൻറ്റിൻ്റെ കാര്യമാണ്. ഫൈനൽ ഡിവിഡൻറ്റും ഇൻ്ററിം ഡിവിഡൻറ്റും. ഇപ്പോൾ ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട്, ഒരു വർഷത്തെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഡിവിഡൻറ്റിന് പറയുന്നതാണ് ഫൈനൽ ഡിവിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ്, ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ടിൻ്റെ ഇത്ര ശതമാനം എന്നും പറഞ്ഞിട്ടായിരിക്കും ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. അതേസമയം ഇൻ്ററിം ഡിവിഡൻറ്റ് ഈ വർഷം ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഡിവിഡൻ്റാണ്. അപ്പോൾ അത് ഈ വർഷത്തെ, അതായത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക, ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിനകത്ത് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കുക, അതുപോലെ ഇൻ്ററിം ഡിവിഡൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഷെഡ്യൂളും ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസും ചെയ്യുന്ന വീഡിയോ മുമ്പേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തത് അത് പോയി കാണാം. അപ്പം ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. From the following balance sheet as on 1st January 2016 and the budgeted balance sheet as on 31st December 2016, prepare a schedule of changes in working capital and a fund flow statement as estimated. ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിവിഡൻറ്റ് ഏത് എമൗണ്ടിലായിരിക്കും കൊടുക്കേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ്, അതായത് 1st January 2016 ആയിട്ട് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള 20 lakhൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നോക്കാം. നെക്സ്റ്റ്, റിസർവ്സ് ആൻഡ് സപ്ലൈസിനകത്ത് നോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിസർവ്സ് ആൻഡ് സപ്ലൈസ് പറയുന്നത് ഷെയർ പ്രീമിയം 1 lakh വന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ പ്രീമിയം എന്ന് വെച്ചാൽ ഷെയറിൻ്റെ യഥാർത്ഥ വിലയെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ വിൽക്കുമ്പം കിട്ടുന്ന ആ ഒരു എമൗണ്ട്. അപ്പോൾ 1 lakh റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ കിട്ടിയ എമൗണ്ട് ആണ്. അത് സോഴ്സസ് ആയിട്ട് വേണം കാണിക്കാനായിട്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സോഴ്സസ് ആയിട്ട് വേണം കാണിക്കാനായിട്ട്. നെക്സ്റ്റ്, നമുക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലീസ് ഔട്ട് പ്രോപ്പർട്ടിയും പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എമൗണ്ട് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ റിസർവ്സ് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റ് വന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് റിസർവ്സ് ആൻഡ് സപ്ലൈസിൻ്റെ അണ്ടറിൽ വന്നതുകൊണ്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ റിസർവ് എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. അടുത്തത് ലോങ് ടേം ബോറോയിങ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാക്കറ്റ് നമുക്ക് 4% ഡിബഞ്ചേഴ്സും തന്നിട്ടുണ്ട്. അതായത് ഡിബഞ്ചേഴ്സിൻ്റെ 4% നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പോൾ ഏത് ബാലൻസിലാണ് നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ 4% കണ്ടുപിടിക്കേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 4 lakhലാണ്.
ചില ക്വസ്റ്റിനകത്ത് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം ഈ ഒരു ഡിബഞ്ചർ അവർ റീപേ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ റീപേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ട് നമ്മൾ ഇതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്, ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. അടുത്ത ക്രെഡിറ്റേഴ്സ് നോക്കാം. ഇത് രണ്ടും നമുക്ക് കറന്റ് ലയബിലിറ്റീസിന് അണ്ടറിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഷോർട്ട് ടേം പ്രൊവിഷൻസ് ആയിട്ടുള്ള പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും പ്രിപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടും ട്രീറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യുമ്പം ഇത് രണ്ടും നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കിത് രണ്ടും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസ് ഫിഗർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് എവിടെയാണ് വരുന്നത്? ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പം കറന്റ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റമാണ് ക്രെഡിറ്റേഴ്സ്. അടുത്ത് നമുക്ക് അസറ്റ്സ് ഒക്കെ നോക്കാം. നോൺ കറന്റ് അസറ്റ്സ് വന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്സ് വരുന്നുണ്ട്, നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സിനകത്ത് ഫ്രീ ഹോൾ പ്രോപ്പർട്ടി വരുന്നുണ്ട്, ലീസ് ഹോൾ പ്രോപ്പർട്ടി വരുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നുണ്ട്. സോ ഇതിന് മൂന്നിന് നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു ക്വസ്റ്റിനകത്ത് പ്ലാന്റിന് മാത്രമേ ഡിപ്രീസിയേഷൻ വരുന്നുള്ളൂ. അതായത് ആ വർഷം 1,30,000 രൂപയുടെ പ്ലാന്റ്, അതിൻ്റെ കോസ്റ്റാണ് 1,30,000, ഡിപ്രീസിയേഷൻ 90,000 വരുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷനും കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1,30,000 ലെസ് 90,000, 40,000 ആണ് അതിൻ്റെ ശരിക്കും ഇപ്പോഴത്തെ വില. വിൽക്കുമ്പോൾ ഉള്ള വില എന്ന് പറയുന്നത് 40,000 ആണ്. അത് 30,000 രൂപയ്ക്ക് വിൽക്കും. സോ 40,000 രൂപ വാല്യൂ ഉള്ള ഒരു അസറ്റ് 30,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് ലോസ് അല്ലേ സംഭവിക്കുന്നത്? 10,000 റുപ്പീസ് നമുക്ക് ലോസാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ദിസ് ട്രാൻസാക്ഷൻ ഹാസ് ബീൻ allowed for the preparing the estimated balance sheet as at 31st December 2016. ഇത് നമുക്ക് എസ്റ്റിമേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ അലോ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലോസ് ഓൺ സെയിൽ ബീങ് ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. അപ്പോൾ ഈ 10,000 റുപ്പീസ് ലോസ് ആണെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലോസ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. So debentures were redeemed on 1st January 2016. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിപ്രീസിയേഷൻ എന്തിൽ മാത്രം ചാർജ് ചെയ്താൽ മതി? പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മാത്രം ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി മാത്രം നമ്മുടെ ഫിക്സഡ് അസറ്റിനകത്ത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇത് രണ്ടും നമുക്ക് ഈ ഫ്രീ ഹോൾ പ്രോപ്പർട്ടി 4 lakh കൂടിയിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് ബാലൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 lakh കൂടിയിട്ടുണ്ട്. അത് നമുക്ക് പർച്ചേസ് ഓഫ് ഫ്രീ ഹോൾ പ്രോപ്പർട്ടി എന്നും പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ്റെ അവിടെ കാണിക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആപ്ലിക്കേഷൻ അവിടെ കാണിക്കാം. നെക്സ്റ്റ് ലീസ് ഹോൾ പ്രോപ്പർട്ടി 50,000 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ വർഷം അത് അവർ സെയിൽ ചെയ്തു എന്നാണ് അർത്ഥം. ഇത് സോഴ്സസിൻ്റെ അവിടെ കാണിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് പ്രത്യേകം ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് 1,60,000 ആയിരുന്നു. അപ്പം ക്ലോസിംഗ് ബാലൻസ് 2,24,000 ആയിട്ട് കൂടിയെന്ന് വെച്ചാൽ ഇതിന്റെ ബാലൻസ് ആയിട്ട് ഇത് കൂടിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ 2,24,000 ലെസ് 1,60,000. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 64,000 നമ്മൾ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് കാണിച്ചിട്ട് നമ്മുടെ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിനകത്ത് കൊടുക്കണം. ഇപ്പോൾ 64,000 കൂടിയിട്ടുണ്ട്. ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ എന്തിൽ എടുക്കേണ്ടതാണ്? ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യമാണ് ഇൻവെന്ററീസും ഡെപ്റ്റേഴ്സും ക്യാഷ്. അപ്പം നമ്മുടെ ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യം കറണ്ട് അസറ്റ് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. കറണ്ട് അസറ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഇൻവെന്ററീസിനകത്ത് നമുക്ക് സ്റ്റോക്കിംഗ് ട്രേഡ് വരുന്നുണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിംഗ് ട്രേഡിന്റെ ഓപ്പണിംഗ് ബാലൻസ് 2,07,000 ക്ലോസിംഗ് 3,60,000 ആണ്. വർക്കിംഗ് പ്രോഗ്രസും അതുപോലെ എൻ്റർ ചെയ്യാം. പിന്നെ കറണ്ട് അസറ്റ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഡെപ്റ്റേഴ്സും ക്യാഷുമാണ്. അപ്പോൾ അത് രണ്ടും എൻ്റർ ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ എഫക്റ്റ്, അതായത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ വന്നിരിക്കുന്ന എഫക്റ്റ് എന്താണ്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, എത്ര രൂപയിലാണ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടായത്, അത് നമ്മളിവിടെ കാണിക്കണം.
അപ്പോൾ സ്റ്റോക്ക് ഇവിടെ കൂടാണോ കുറയാണോ ചെയ്തത്? 2,70,000 ഉണ്ടായിരുന്ന സ്റ്റോക്ക് 3,60,000 ആയിട്ട് കൂടി. അപ്പോൾ എത്ര രൂപയാണ് കൂടി എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്രീസിൻ്റെ അവിടെ കാണിക്കാം. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റലും കൂടും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഓക്കെ, എന്നിട്ട് ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് കുറഞ്ഞിട്ടുണ്ട്, അത് ഡിക്രീസിൻ്റെ അവിടെ കാണിക്കുക. ഡെപ്റ്റേഴ്സ് കൂടിയിട്ടുണ്ട്, ഇൻക്രീസിൻ്റെ അവിടെ കാണിക്കുക. ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്, ഡിക്രീസിൻ്റെ അവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് എഫക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 90,000 ആണ് കൂടിയതെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് 20,000 കുറഞ്ഞു, ഡെപ്റ്റേഴ്സ് കൂടി, ക്യാഷ് കുറഞ്ഞു. ഇതിനെല്ലാം ടോട്ടൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ കാണാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് 6,40,000 ആണ് ഉണ്ടായിരുന്നത്. ക്ലോസിംഗ് ബാലൻസ് 5,90,000 ആണ്. അപ്പം എന്ത് പറ്റി? 50,000 കുറഞ്ഞു. അപ്പം ക്രെഡിറ്റേഴ്സ് കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള 50,000 നമ്മൾ ഇൻക്രീസിൻ്റെ അവിടെ കാണിക്കാം. എന്താ ചെയ്യേണ്ടത്? കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ എല്ലാം കൂടെ നമ്മൾ കാണിക്കണം. ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ താഴോട്ടേക്ക് എടുത്തെഴുതുക. അതുപോലെ തന്നെ ഈ ഇൻക്രീസിൻ്റെയും ഡിക്രീസിൻ്റെയും മൊത്തത്തിലുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിക്കുക. അപ്പം ഇൻക്രീസ് ആയിട്ട് വരുന്ന 90,000, 27,200, 50,000, 1,67,200, അതുപോലെ തന്നെ 20,000, 16,000, 36,000 നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനായിട്ട് കറണ്ട് അസറ്റ് ലെസ് കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ നമുക്ക് 12,60,000 ആണ് കിട്ടുന്നത്. അതേ മൈനസ് കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? 6,40,000. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ക്ലോസിംഗ് 7,51,200 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നെറ്റ് ഇൻക്രീസ് ആണ് വന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് കൊടുക്കുക. ഇതിന്റെ ഡിഫറൻസ് നോക്കുക. 1,31,200. അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസിങ് എമൗണ്ട് ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഈ ഇൻക്രീസിന്റെയും ഡിക്രീസിന്റെയും വാല്യൂ നമ്മൾ നോക്കുക. അപ്പം നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഇൻക്രീസ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും ബാലൻസ് എമൗണ്ട് ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിയാണ്. 1,31,200. ഇതിനെല്ലാത്തിൻ്റെ ടോട്ടൽ എമൗണ്ട് താഴെ കാണിക്കുക. അടുത്ത് നമ്മൾ കുറച്ച് ലെഡ്ജർ അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെ ആയിരുന്നു? പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ തന്നെ പ്രൊവിഷൻസ്. ഏതൊക്കെ പ്രൊവിഷൻസ് ആണ്? പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും പ്രപ്പോസൽ ഡിവിഡൻറ്റും. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെയും ഒരു അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് 4 പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 18 lakh ആണ്. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 21 lakh ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് നമ്മൾ വരച്ചു വെക്കുക. ബാലൻസ് ബ്രോട്ട് ഡൗൺ, $18 lakh. ബാലൻസ് ക്യാരി ഡൗൺ 21 lakh. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് 2016, അതായത് കറണ്ട് ഇയറിലെ ഒരു പ്ലാന്റ് ആണ് വിൽക്കാൻ പോകുന്നത്. ഡ്യൂറിങ് 2016 ഇറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ് പ്ലാൻ കോസ്റ്റിംഗ് 1,30,000. അപ്പോൾ ഈ 1,30,000 വിലയുണ്ടായിരുന്ന കോസ്റ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ഈ വർഷമാണ് വിൽക്കുന്നത്. അതിന് ഡിപ്രീസിയേഷൻ 90,000 കൊടുക്കുന്നുണ്ട്. അതുപോലെ 30,000 റുപ്പീസിനാണ് അത് വിൽക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് വരുന്ന അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ 40,000 റുപ്പീസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് നമ്മൾ 30,000 റുപ്പീസിന് വിൽക്കുമ്പം 10,000 റുപ്പീസ്, അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് 10,000 റുപ്പീസ് ലോസ് ആയിട്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയ ക്യാഷ് എന്നും പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് കാണിക്കാം. ഇപ്പം ക്യാഷ് 30,000 റുപ്പീസ് കിട്ടി. അതുപോലെ P&L അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ലോസ് കാണിക്കുക. പിന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട്
ഈ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് 90,000. അതേ ലെസ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ 4,30,000 നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടി. ഈ ഒരു എമൗണ്ട് നമുക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. ക്യാഷ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റിൽ പർച്ചേസ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആപ്ലിക്കേഷന്റെ സൈഡിൽ കാണിക്കുക. അതുപോലെ ഈ സെയിൽ ചെയ്ത് കിട്ടിയ എമൗണ്ട് 30,000 ഉണ്ടല്ലോ, അത് നമ്മൾ സോഴ്സസിന്റെ അവിടെ കാണിക്കുക. അടുത്തത് ഇനി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. അപ്പോൾ ലയബിലിറ്റി ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പം ബാലൻസ് ബ്രോട്ട് ഡൗൺ 7,20,000. ബാലൻസ് ക്യാരി ഡൗൺ 9,30,000. ഇതിലേക്ക് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമ്മളിവിടെ കാണിക്കണം 90,000. എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ആയത്? പ്ലാന്റിൽ നിന്ന്, പ്ലാന്റ് അക്കൗണ്ട്. ഓക്കെ, ഇതിന്റെ ടോട്ടൽ കാണുക. $10,20,000 ആണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അതേ മൈനസ് 7,20,000, 3 lakh കിട്ടി. അപ്പോൾ ഈ 3 lakh ആണ് നമ്മൾ ആ വർഷം ക്രിയേറ്റ് ചെയ്ത ഡിപ്രീസിയേഷന്റെ പ്രൊവിഷൻ. അപ്പം ഇത് P&L അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എമൗണ്ട് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അടുത്തത് എന്തിൻ്റെയൊക്കെ ലെഡ്ജർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റും. നമുക്ക് ക്വസ്റ്റ്യനിൽ വേറെ ഡിവിഡൻറ്റ് പേ ചെയ്തതായിട്ടോ ഒന്നും പറയുന്നില്ല, ഇന്ററിം ഡിവിഡൻറ്റിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇൻകം ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്നും പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തരുന്നില്ല. അപ്പോൾ ഇൻകം ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്നും പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നെ ആയിരിക്കും ആ വർഷം പേ ചെയ്ത ഇൻകം ടാക്സിനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇതൊരു ലയബിലിറ്റി ആയത് കാരണം ബാലൻസ് ബ്രോട്ട് ഡൗൺ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വേണം എൻ്റർ ചെയ്യാനായിട്ട്. ബാലൻസ് ബ്രോട്ട് ഡൗൺ 3,10,000. ബാലൻസ് ക്യാരി ഡൗൺ 31,200. അപ്പം നമുക്ക് ടാക്സ് എത്ര പേ ചെയ്തത് എന്നറിയത്തില്ല. അപ്പം എന്താ, ഓപ്പണിംഗ് ബാലൻസ് തന്നെ ആയിരിക്കും അവർ ആ വർഷം കൊടുത്ത ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് വന്നിട്ട് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് എഴുതുക. അപ്പം എന്താ, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 3,10,000 തന്നെ ആയിരിക്കും അവർ കൊടുത്തതെന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ്. ഇനി ടോട്ടൽ കാണാം. $3,41,200. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഫിഗർ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ആ വർഷത്തെ പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം P&L അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നോക്കുക. ഡിവിഡൻഡ് ആ വർഷം പേ ചെയ്ത് നമുക്ക് അറിയത്തില്ല. അപ്പം ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്ര രൂപയാണ്? ഓപ്പണിംഗ് ബാലൻസ് 1 lakh. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക 1 lakh. അപ്പം നിങ്ങളോട് പ്രത്യേകം ഇപ്പം ഇൻകം ടാക്സ് ആണെങ്കിലും ഡിവിഡൻഡ് ആണെങ്കിലും എത്ര രൂപയാണ് അവർ അടച്ചത് എന്ന് സ്പെസിഫൈ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ്സിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നെ പേ ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഡിവിഡൻഡ് പെയ്ഡ് $1 lakh.
ഓക്കെ, അപ്പോൾ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ തുടങ്ങുന്നത് ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, P&L അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് എത്ര രൂപയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെടുക്കണം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്ര രൂപയാണ് നമുക്ക് വരുന്നത്, 9,35,000 ലെസ് നമുക്കതിൽ നിന്ന് P&L അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കണം. ഓപ്പണിംഗ് ബാലൻസ് എത്ര രൂപയാണ്, 4,50,000. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 4,85,000 കിട്ടി. അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം, നമ്മളിത് രണ്ടും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റം ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലീസ് ഓൾ പ്രോപ്പർട്ടി 25,000 പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ 4,000 നമ്മളിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് രണ്ട് എൻ്റർ ചെയ്തു. ഇനി എന്തൊക്കെ ചെയ്യണം, നമ്മൾ അസറ്റ് ലെഡ്ജർ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തപ്പം അസറ്റ് അക്കൗണ്ടിൽ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാന്റ് അക്കൗണ്ടിൽ 10,000 rupees ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അത് P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം എവിടെയൊക്കെ P&L അക്കൗണ്ട് വരുന്നുണ്ടോ അത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നും പറഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യുക. പിന്നെന്താ, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 3 lakh എന്നും പറഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് 31,200 ഇത് നമ്മൾ ആഡ് ചെയ്യുക. പോസിറ്റീവ് വേണ്ടി നമുക്കൊന്നും വരുന്നില്ല, കാരണം ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണ് പേ ചെയ്തത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രൊവിഷനും കൊടുക്കണ്ട. സോ ഈ ഒരു 3 ഐറ്റമും നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത് നമുക്ക് 4% ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ, അത് നമ്മൾ ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4 lakhന്റെ 4% കാണാം. അപ്പോൾ എത്ര കിട്ടുന്നത്, 16,000 കിട്ടി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും 8,71,200. അപ്പോൾ ഈ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സോഴ്സസിൻ്റെ അവിടെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എന്താ, ആദ്യം ഷെയർ ക്യാപിറ്റൽ നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസിൽ 5 lakhന്റെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 5 lakh rupees നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടിയത് എന്നതാണ്. അപ്പം എന്ത് ചെയ്യാം, സോഴ്സസിൻ്റെ അവിടെ ഷെയർസ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ 5 lakh കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് റിസോഴ്സ് ആൻഡ് സർപ്ലസിനകത്ത് ഷെയർ പ്രീമിയം സോഴ്സസ് ആയിട്ടാണ് കാണിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ആ 1 lakh rupees കാണിക്കുക. അടുത്ത എന്താ, നമുക്ക് ഡിബഞ്ചർ വരുന്നുണ്ട്. ഡിബഞ്ചർ കുറഞ്ഞു, അതായത് 1 ലക്ഷം രൂപ ഡിബഞ്ചർ കുറഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു 1 ലക്ഷം തിരിച്ചടച്ചു എന്നർത്ഥം. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നും പറഞ്ഞിട്ട് 1 lakh കാണിക്കുക. അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ 4% ഇൻട്രസ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തതാണ്, അതുകൊണ്ട് ആപ്ലിക്കേഷൻ അവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് 16,000 രൂപയെന്ന് കൂടെ കാണിക്കണം. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ടാഞ്ചിബിൾ അസറ്റിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്ത് ഒരു 64,000 രൂപ ക്ലോസിംഗ് ബാലൻസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 64,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് ആപ്ലിക്കേഷനകത്ത് വരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 64,000. ഇപ്പോൾ ഒരു അസറ്റ് സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസ ആണെങ്കിൽ അത് സോഴ്സസിനകത്താണ് കാണിക്കേണ്ടത്. വേറെ നമുക്ക് കറണ്ട് അസറ്റ് നമ്മുടെ ഷെഡ്യൂളെല്ലാം എടുത്തിട്ടുള്ളതാണ്. ഇനി ടാഞ്ചിബിൾ അസറ്റ് ഫ്രീ ഹോൾ പ്രോപ്പർട്ടിയിൽ 4 ലക്ഷം രൂപ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ലീസ് ഹോൾ പ്രോപ്പർട്ടിയിൽ 50,000 രൂപ കുറവ് വന്നിട്ടുണ്ട്. അതായത് ഈ ലീസ് ഹോൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഫ്രീ ഹോൾ പ്രോപ്പർട്ടിയിൽ വന്ന ഇൻക്രീസ് ആയിട്ടുള്ള 4 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തതാണെന്ന് നമ്മൾ എടുക്കണം.
ഇപ്പോൾ പർച്ചേസ് ഓഫ് ഫ്രീ ഹോൾ പ്രോപ്പർട്ടി 4 lakh ആപ്ലിക്കേഷൻ്റെ അവിടെ കാണിക്കുക. സെയിൽ ഓഫ് ലീസ് ഹോൾ പ്രോപ്പർട്ടി 50,000 രൂപ സോഴ്സസിൻ്റെ അവിടെ കാണിക്കുക. അടുത്തത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് കുറേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തെഴുതുക. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇൻകം ടാക്സ് പെയ്ഡ്. ഈ ഇൻകം ടാക്സ് പെയ്ഡ് 3,10,000 രൂപ ആപ്ലിക്കേഷൻ്റെ അവിടെ കാണിക്കണം. അതുപോലെ തന്നെ പ്രപ്പോസൽ ഡിവിഡൻഡ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് അവർ പേ ചെയ്തതെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 1 lakh rupees ആപ്ലിക്കേഷൻ്റെ അവിടെ കാണിക്കണം. അതുപോലെ തന്നെ പ്ലാന്റ് 30,000 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. അത് സോഴ്സസിൻ്റെ അവിടെ സെയിൽ ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 4,30,000 രൂപ. ഇത് ആപ്ലിക്കേഷൻ്റെ അവിടെ കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് കിട്ടിയ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷനും സോഴ്സസിൻ്റെ അവിടെ കാണിക്കണം. അത് എത്രയാണെന്ന് കിട്ടിയത്? 8,71,200 rupees. ഇനി നമുക്ക് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൂടെ എൻ്റർ ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻ്റെ സൈഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത്രയും നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ള ആ ഒരു അസംഷൻ. ഓക്കെ, ആ ബേസിലാണ് ഇത് ആപ്ലിക്കേഷൻ്റെ അവിടെ തന്നെ വരുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുക 15,51,200. അടുത്ത് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് 15 മാർക്കിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ദ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് GK ലിമിറ്റഡ് ആസ് ഓൺ 31st December 2002 and 2003 ആർ ആസ് ഫോളോസ്. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 വർഷത്തെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഷെയർ ക്യാപിറ്റൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂവും ചെയ്തിട്ടില്ല, അതുപോലെ റിഡംഷനും ചെയ്തിട്ടില്ല. സെയിം ബാലൻസ് തന്നെയാണ് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും ഉള്ളത്. പിന്നെ ജനറൽ റിസർവിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്നും പറഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ. പിന്നെ P&L അക്കൗണ്ടിലെ ബാലൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് എടുക്കുന്നത്. പിന്നെ ക്രെഡിറ്റേഴ്സ് നമ്മുടെ കറന്റ് ലയബിലിറ്റീസ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മളൊരു സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ വർഷത്തെ പ്രൊവിഷനും അതുപോലെ എത്ര രൂപയാണ് ഇൻകം ടാക്സ് പേ ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. പിന്നെ മോർഗേജ് ലോൺ തന്നിട്ടുണ്ട്. അത് ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല, പക്ഷെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് 2,07,000 വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഒരു വർഷം 2,70,000 രൂപ ലോൺ എടുത്തു എന്നാണ്. അപ്പോൾ ഇത് സോഴ്സസിൻ്റെ അവിടെ കാണിക്കേണ്ടതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ സെയിം ബാലൻസ് തന്നെയാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മിഷനറിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻസ് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ് കോസ്റ്റിംഗ് ₹8,000 വെർ സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ 2003 ഫോർ ₹8,500. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് തരുമ്പം എപ്പോഴും നമ്മുടെ കറണ്ട് ഇയർ ആയിട്ടുള്ള, ഇപ്പം കറണ്ട് ഇയർ 2003 ആണല്ലോ, അപ്പോൾ 2003 കാര്യം തന്നെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 8,000 രൂപ ഉണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് 8,500 രൂപയ്ക്ക് വിറ്റു എന്ന് വെച്ചാൽ 500 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മളത് കാണിക്കണം. ലോസ് ആണ് വരുന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് അത് കാണിക്കണം. P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ വാസ് ₹9,000. അപ്പോൾ പ്രൊവിഷൻ ആ വർഷം 9,000 രൂപയാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പക്ഷേ ആ വർഷം ഇൻകം ടാക്സ് എത്ര രൂപ അടച്ചിരിക്കുന്നതെന്ന് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ആ വർഷം എത്ര രൂപയാണ് ഇൻകം ടാക്സ് പേ ചെയ്തതെന്നും കണ്ടുപിടിക്കണം. പിന്നെ ഡ്യൂറിംഗ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് ₹10,000 വാസ് സോൾഡ് ഫോർ 12,000. ഇവിടെ 2,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന P&L അക്കൗണ്ടിലേക്കാണ്, എന്നാലും ഇവർ തന്നേ ഉള്ളൂ. അടുത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് ടു ₹40,000. അപ്പോൾ ആ വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പ്രപ്പോസൽ ഡിവിഡൻഡ് എന്നോ അല്ലെങ്കിൽ ഇന്ററിംഗ് ഡിവിഡൻഡ് എന്നോ എവിടെയും ക്വസ്റ്റ്യന് പറയുന്നില്ല. ഇൻ കേസ് ഇപ്പോൾ പ്രപ്പോസൽ ഡിവിഡൻഡ് എന്നും പറഞ്ഞ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അത് നമ്മൾ പ്രത്യേക ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്താ, ഈ ഒരു ഡിവിഡൻഡ് നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ എൻ്റർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തന്നെ. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് വെച്ച് തുടങ്ങും. കറണ്ട് അസറ്റ് എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മുടെ ഫോർമാറ്റ് കൃത്യമായിട്ട് തന്നെ വരയ്ക്കുക. 2 വർഷത്തെയും എമൗണ്ട് കോളം കൊടുക്കുക. അതുപോലെ എഫക്റ്റ് ഓൺ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോർമാറ്റ് തന്നെ കൃത്യമായിട്ട് വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. അതിൻ്റെ മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് നമ്മുടെ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അല്ല. ഇപ്പോൾ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഇതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൊടുക്കാം. സ്റ്റോക്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 30,000 ഡിഫറൻസ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നതെന്ന് ചോദിച്ചാൽ ഡിക്രീസ് ആണ് വന്നിരിക്കുന്നത്. കറണ്ട് ഇയറിൽ 30,000 ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലും കുറയും. അപ്പോൾ നമ്മൾ ഡിക്രീസിൻ്റെ സൈഡിൽ ആ എമൗണ്ട് കാണിക്കാം. ഡെപ്റ്റേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,45,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് വർദ്ധിച്ചാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും വർദ്ധിക്കും. പിന്നെ ക്യാഷ് കൂടിയിട്ടുണ്ട്, അത് ഇൻക്രീസിൻ്റെ അവിടെ കാണിക്കാം. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ക്വസ്റ്റ്യനിലാകെ ഒരു ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണത്? ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 1,68,000 ഉണ്ടായിരുന്നത് ഇപ്പം 1,34,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാണണം. ഇപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എടുക്കുക. നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് ഒരൊറ്റ വന്നിട്ടുള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതിന് രണ്ടിനും ഡിഫറൻസ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പം ഇവിടെ ഒരു ഐറ്റം മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ടോട്ടൽ ഇവിടെ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ തന്നെ നേരെ ഒരു വര കൊടുത്തിട്ട് ഇൻക്രീസിൻ്റെയും ഡിക്രീസിൻ്റെയും ടോട്ടൽ എമൗണ്ടും കൂടി എഴുതുക. ഓക്കെ, അപ്പം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് ഇയർ 7,28,000 ആണ് വന്നിരിക്കുന്നത്. അപ്പം 2,97,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പം നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ട് ആ എമൗണ്ട് എഴുതുക. ടോട്ടൽ കാണാം. സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും നമുക്കിവിടെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് മെഷീനറി അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ സെയിൽ നടത്തുന്നുണ്ട്, അതുപോലെ മെഷീനറി ഇവിടെ നമ്മൾ സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കണം. അതുപോലെ ഡിപ്രീസിയേഷൻ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടിൻ്റെയും ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മെഷീനറി അക്കൗണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടും അസറ്റാണ്. അസറ്റ് എപ്പോഴും ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് നമ്മുടെ ഡെബിറ്റ് സൈഡിലേക്കാണ്. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം. ലയബിലിറ്റീസും അസറ്റ്സും ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. അപ്പോൾ അസറ്റ് നമുക്ക് ആദ്യം ലാൻഡ് ആൻഡ് മെഷീനറി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. 2 lakh തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ, പ്രത്യേകിച്ച് സെയിൽ നടത്തിയിട്ടില്ല, പർച്ചേസ് നടത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മെഷീനറി നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ, ഓപ്പണിംഗ് ബാലൻസ് 2 lakh ആണ്. മെഷീനറി അത് കൊടുക്കുക. ബാലൻസ് ബ്രോട്ട് ഡൗൺ 2 lakh, ബാലൻസ് ക്യാരി ഡൗൺ 1,20,000. പിന്നെ എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മിഷനറി കോസ്റ്റിംഗ് ₹10,000 വാസ് സോൾഡ് ഫോർ ₹12,000. അപ്പോൾ 10,000 രൂപ ഉണ്ടായിരുന്ന ഒരു മിഷനറി 12,000 രൂപയ്ക്ക് വിറ്റു എന്ന് വെച്ചാൽ 2,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയെന്നല്ല അർത്ഥം. അപ്പോൾ പ്രോഫിറ്റാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലേക്കാണ് ആ എമൗണ്ട് കാണിക്കുന്നത്. ₹2,000 കാണിക്കുക. ടോട്ടൽ എടുക്കുക. 2,02,000 നമുക്ക് ടോട്ടൽ കിട്ടി. ബാലൻസിങ് ഫിഗർ നമ്മൾ എന്തായിട്ട് കാണിക്കണം? ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിക്കണം. അപ്പോൾ സോ ഈ എമൗണ്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും സെയിം രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് 50,000 ആണ്. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 60,000. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ നമ്മൾ 8,000 രൂപ ഉണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ ക്യാഷ് എന്നും പറഞ്ഞിട്ട് 8,500 കാണിക്കുക. എന്നിട്ട് എന്താ, നമുക്ക് പ്രോഫിറ്റിലെ പ്രോഫിറ്റാണ് കിട്ടിയെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് എൻ്റർ ചെയ്യണം, ₹500. അപ്പോൾ ഇവിടെ ബാലൻസ് ഫിഗർ വരുന്ന 18,000,
നമുക്ക് ക്യാഷ് എന്ന് കാണിക്കാം. പിന്നെ അർത്ഥം എന്താ, നമ്മളിത് പർച്ചേസ് ചെയ്തു എന്നാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ സൈഡിലേക്കാണ് ബാലൻസിങ് ഫിഗർ വന്നതെന്നുണ്ടെങ്കിൽ മേ ബി അത് സെയിലും ആയിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് സെയിൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് കൊടുക്കാം. ഇൻ കേസ് ഇവിടെ ക്യാഷ് ഉണ്ട് പക്ഷെ ഡിപ്രീസിയേഷൻ ആ ക്വസ്റ്റ്യനിലൂടെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കും അവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഡെബിറ്റ് സൈഡിലോട്ടാണ് ബാലൻസിങ് ഫിഗർ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത എമൗണ്ട് ആയിരിക്കാം, ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്ത എമൗണ്ട് ആയിരിക്കാം നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താ, പ്രൊവിഷൻ ഫോർ ടാക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 75,000ഉം ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ഒരു ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എങ്ങോട്ടേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സൈഡിലേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. 75,000, ക്ലോസിംഗ് ബാലൻസ് 10,000. ഓക്കെ, ഇനി എന്താ, നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു ആ വർഷം 9,000 റുപ്പീസാണ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ടാക്സ് പേ ചെയ്തു നല്ല അർത്ഥം. ആ വർഷം ഇത്ര രൂപയാണ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം അത് എങ്ങോട്ടേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, P&L അക്കൗണ്ടിലേക്കാണ് ആ 9,000 റുപ്പീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നിങ്ങൾ ഇൻകം ടാക്സ് പെയ്ഡ് എന്നും പറഞ്ഞിട്ട് ആ 9,000 റുപ്പീസ് ഒരിക്കലും എടുത്തു വെക്കരുത്. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ കാണാൻ നമുക്ക് 84,000 കിട്ടും. ബാലൻസ് ഫിഗർ ആയിട്ടുള്ള 74,000 ആണ് നമ്മുടെ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സ് പെയ്ഡ് ആണ് 74,000. ഇനി നമുക്ക് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാണാം. അപ്പോൾ എന്താ, ആദ്യം നമുക്ക് P&L അക്കൗണ്ടിലെ ബാലൻസ് രണ്ടും എടുക്കണം. ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 68,000 നിന്ന് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 56,000 കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ കിട്ടും. ഇതിലേക്ക് നമുക്ക് ജനറൽ റിസർവിൽ വന്നിരിക്കുന്ന 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 10,000 കൊടുക്കുക. പിന്നെന്താ, നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എവിടെയൊക്കെ P&L വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇതിലേക്ക് കൊടുക്കണം. സോ ഇവിടെ നമുക്ക് മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 500ഉം അതുപോലെ തന്നെ 2,000 രൂപയും നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. പ്രോഫിറ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്, ലോസ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലാത്തതുകൊണ്ടാണ് ലെസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, നമുക്ക് പ്രൊവിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 9,000 രൂപ. അത് ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കാണിക്കുക. പിന്നെ ഡിപ്രീസിയേഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ 70,000, അത് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യനിൽ 40,000 രൂപ ഡിവിഡൻഡ് പെയ്ഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് ഇൻറ്ററിം ഡിവിഡൻഡ് ആണെങ്കിലും നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യും. നമുക്ക് സാധാ ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നാലും നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഡിവിഡൻഡ് കൂട്ടുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടോട്ടൽ നമുക്ക് 1,41,000 കിട്ടും. അതിൽ നിന്ന് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മിഷനറി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്യുക. അപ്പോൾ എത്ര, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 1,38,500 റുപ്പീസ് കിട്ടും. ആ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ സോഴ്സസിന്റെ അവിടെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് ബാലൻസ് ഷീറ്റ്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഒന്നും ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻട്രി അവിടെ എഴുതേണ്ട കാര്യമില്ല. ജനറൽ റിസർവ് ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരില്ല, P&L വരില്ല, പ്രൊവിഷൻ വരില്ല. മോർഗേജ് ലോൺ നമുക്ക് 2,70,000 ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ വർഷം അത്രയും ലോൺ എടുത്തു എന്നാണ്. അത് നമ്മുടെ സോഴ്സസിൽ കാണിക്കുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ സോഴ്സസിന്റെ അവിടെ 2,70,000 കാണിക്കുക. പിന്നെന്താ, മിഷനറി വിറ്റപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോഴും കിട്ടിയ പൈസ നമ്മൾ സോഴ്സസിന്റെ അവിടെ കാണിക്കുക. പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊവിഷൻ എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ്റെ അവിടെ എടുക്കേണ്ടത്. എത്ര രൂപയാണോ അടച്ചത്, ഡിവിഡൻഡ് ആണെങ്കിലും ശരി ഇൻകം ടാക്സ് ആണെങ്കിലും ശരി, എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്തത് എന്ന് മാത്രമാണ് ആപ്ലിക്കേഷൻ്റെ അവിടെ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് 18,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ അവിടെ നമ്മൾ കാണിക്കണം. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോഴോ വിൽക്കുമ്പോഴോ ഉള്ള എമൗണ്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണം. വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ്റെ അവിടെയും, വിൽക്കുക എന്നുണ്ടെങ്കിൽ സോഴ്സസിൻ്റെ അവിടെ എൻ്റർ ചെയ്യാം. പിന്നെന്താ, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 2,97,000 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ 4,29,000 കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡിവിഡൻറ്റും അതുപോലെ ടാക്സും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.